അതുകൊണ്ട് പ്രഭാഷകരായ ആളുകൾ ആരുടെയെങ്കിലും ഒക്കെ വിധേയത്വത്തിന് വഴങ്ങി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും അതിന്റെ ഉസ്താദുമാർക്കും അതിന്റെ ആദരണീയരായ നേതാക്കളോടും ക്ലാസ് എടുക്കുന്നവർ സമസ്തയുടെ സമ്മേളനം ആരാണ് അധ്യക്ഷത വഹിക്കേണ്ടത്, ആരാണ് ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് എന്നതൊക്കെ റൂട്ടിട്ട് കൊടുക്കാൻ മാത്രം നിങ്ങൾ ആരും വളർന്നിട്ടില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അതിന്റെ ഭരണഘടന എന്തായിരുന്നു? അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കേണ്ടത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗങ്ങളിൽപ്പെട്ട ഒരാളായിരിക്കണമെന്ന ആ ഭരണഘടന തിരുത്തിയിട്ട് പറഞ്ഞു, സുന്നി മഹല്ല് ഫെഡറേഷന്റെ മലപ്പുറം ജില്ലയിലെ പ്രവർത്തക സമിതിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു പ്രമുഖ സയ്യിദ് എന്ന നിലക്ക് കാലിനനുസരിച്ച് ചെറുപ്പ് മുറിക്കുന്ന പ്രവർത്തനം എടുത്തുകൊണ്ട് സമസ്തയിൽ നിന്ന് അതിന്റെ സംവിധാനങ്ങളെ അടർത്തി മാറ്റി സമസ്തയെ അസ്ഥിരപ്പെടുത്തി നേതാക്കളെ ഇകഴ്ത്തി പ്രസ്ഥാനത്തെ സമാന്തരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? അത് ആരുടെയെങ്കിലും അമ്മിക്കടിയിൽ കൊണ്ടുപോയി ആദർശം പണയം വെച്ചവർ റൂട്ടിട്ട് തരുന്നതിനനുസരിച്ച് സഞ്ചരിക്കുന്ന കേവലം പാവയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് വിചാരിച്ചവരോട് വളരെ വളരെ വിനയത്തോടുകൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ കാലമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. മൗനം ഭുജിച്ചു നിൽക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ചരിത്രം കൃത്യമായി ഉമ്മത്തിനോട് അക്കമിട്ട് വരച്ചു കാണിച്ചു പറയാൻ പ്രതിജ്ഞാബദ്ധരായ അതിന് മാത്രം യോഗ്യരായ നേതാക്കളുള്ള പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത ഇവിടെ വഴി നടത്തിയത് അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കൃത്യമായ സച്ചരിതമായ പാന്താവിലൂടെ ജീവിക്കാൻ പാരമ്പര്യമായ ഇസ്ലാമിനെ മുതൽക്കൂട്ടാക്കി പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനാണ്. ആ സമസ്തയാണ് നമുക്ക് അഭിമാനകരമായ അസ്തിത്വം ഉണ്ടാക്കി തന്നത്. ആദർശപരമായ മഹത്വം സ്വത്വബോധം നമുക്ക് ഉണ്ടാക്കി തന്ന ബഹുമാനപ്പെട്ട സമസ്തയാണ്. അതിനോട് നമുക്ക് നന്ദി ഉണ്ടാവണം, നമുക്കതിനോട് കടപ്പാടുണ്ടാകണം. നോക്കൂ നിങ്ങൾ, രാഷ്ട്രീയമായി ഇവിടെ മുസ്ലിങ്ങൾക്ക് സംഘടിക്കാനുള്ള അവബോധം ഉണ്ടാക്കി തന്നതാരാ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയല്ലേ? അതിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ? ഇവിടെ 1920കളിൽ ലഹളകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്ത് ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസിന്റെ നേതാക്കൾ, പ്രാദേശിക നേതാക്കളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദേശീയ തലത്തിലുള്ള നേതാക്കൾ വരെ വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ച സന്ദർഭങ്ങൾ നമുക്കറിയാം. സാക്ഷാൽ മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ളവർ നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേക ഭാഗങ്ങളിൽ വന്നുകൊണ്ട്, മലബാറിന്റെ കോഴിക്കോട് അടക്കമുള്ള പ്രദേശങ്ങളിൽ വന്നുകൊണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനത്തിനെതിരെ ബ്രിട്ടീഷുകാരും സാമ്രാജ്യത്വ ശക്തികളും സ്വീകരിച്ച നിലപാടിനെതിരെ മുസ്ലിങ്ങളെ വൈകാരികമായി ഇളക്കി വിട്ടുകൊണ്ട്, ഖിലാഫത്തിന്റെ പേരിൽ അവരെ പ്രചോദിപ്പിച്ചുകൊണ്ട്, അവരുടെ വൈകാരികതയെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് ഒരു സമരമുഖത്തേക്ക് തുറന്നുവിട്ട സാഹചര്യം ഉണ്ടായത് നമുക്ക് ഓർമ്മയില്ലേ? ആ കാലം മുസ്ലിങ്ങൾ വിശ്വസിച്ചിരുന്നത് ആ പ്രസ്ഥാനത്തെയാണ്, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയാണ്. അവരുടെ കൂടെ നിന്നപ്പോ, മുസ്ലിം സമുദായം അവരുടെ കൂടെ നിന്നപ്പോ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അവരുടെ കൂടെ നിന്നപ്പോ സുശക്തമായ ഒരു സംവിധാനമായി ആ പ്രസ്ഥാനം ഈ രാജ്യത്തുണ്ടായിരുന്നു. എന്നാൽ വഞ്ചനാപരമായ നിലപാട് ഈ ഉമ്മത്തിനോട് പ്രകടിപ്പിച്ചപ്പോഴാണ് 1933 ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഫറൂഖിൽ വെച്ചുകൊണ്ട് അതിന്റെ 6ാം വാർഷിക മഹാസമ്മേളനം വിളിക്കുന്നത്. വാർഷിക മഹാസമ്മേളനത്തിൽ ഒരു പ്രമേയം പാസാക്കി. 12ാമത്തെ പ്രമേയത്തിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്: സാധുക്കളും നിരപരാധികളുമായ കേരള മുസ്ലിങ്ങളെ കോൺഗ്രസ് പക്ഷക്കാർ അവരുടെ ഉദ്ദേശ നിർവഹണത്തിനായി ഖിലാഫത്ത് കമ്മിറ്റി എന്ന പേരും പരസ്യം ചെയ്ത് അവരുടെ മായാവലയത്തിൽപ്പെടുത്തുകയും അവിവേകികളും പാമരന്മാരുമായ മുസ്ലിമീങ്ങളെ മുൻപിലേക്ക് തള്ളി കക്ഷിവഴക്കുകളും ബഹളങ്ങളും ഉണ്ടാക്കി കേരളം മിക്കവാറും സ്ഥലങ്ങളിൽ വമ്പിച്ച ലഹള നടന്നതിന്റെ ഫലമായി എത്രയോ അനവധി മുസ്ലിം സഹോദരങ്ങൾ തോക്കിനിരയാവുകയും ജയിൽ ശിക്ഷക്ക് കാരണഭൂതരായി തീരുകയും ചെയ്തുവല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ പ്രമേയം അവസാനിപ്പിക്കുന്നത് ആ വഞ്ചനാപരമായ നിലപാട്, രാഷ്ട്രീയ നിലപാട് മുസ്ലിങ്ങളോട് സ്വീകരിച്ച കോൺഗ്രസിനെ കയ്യൊടിയണമെന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിയമം പാസാക്കിയപ്പോഴാണ്, പ്രമേയം പാസാക്കിയപ്പോഴാണ് മൃതദേഹത്തിൽ നിന്ന് പേനരിച്ചിറങ്ങുന്നത് പോലെ ആ പ്രസ്ഥാനത്തിൽ നിന്ന് സമൂഹം അവരെ കയ്യൊഴിഞ്ഞത്. ഇന്ന് ആ പ്രസ്ഥാനം മുസ്ലിം ഉമ്മത്തിനെ കൂട്ടിപ്പിടിക്കാൻ വെമ്പൽ കൊള്ളുകയാണ്. സമസ്തയുടെ ശതാബ്ദി സന്ദേശ യാത്രയിൽ മുഴുവനും ഇവിടെ ഉമർ ഫൈസി ഉസ്താദ് പറഞ്ഞില്ലേ, കോൺഗ്രസിന്റെ നേതാക്കൾ മുഴുവനും വാരി പുണരുകയാണ്. എല്ലാ മേഖലകളിലും ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി, യാത്രകളെ ആനയിക്കുന്നതിന് വേണ്ടി, സ്വീകരിക്കുന്നതിന് വേണ്ടി അവർ മത്സരിക്കുന്നത് എന്താ? പഴയ പാരമ്പര്യം അവർക്ക് ഓർമ്മയുണ്ട്. സമസ്ത ഒരു നിലപാട് സ്വീകരിച്ചാൽ, സമസ്ത കയ്യൊഴിയണമെന്ന് പറഞ്ഞാൽ പിന്നീട് പേരിന് പോലും എടുക്കാനില്ലാത്ത വിധം നാമാവശേഷമാകുന്ന സംജാതമാവും അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന ഭയമാണ്
ഇന്ന് ഈ ഉമ്മത്തിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മത്തിന്റെ നായകൻ സയ്യിദുൽ ഉലമാ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പുകഴ്ത്തിക്കൊണ്ടും അദ്ദേഹത്തെ വാനോളം ഉയർത്തിക്കൊണ്ടും ആ പ്രസ്ഥാനത്തിന്റെ വാഹകർ മുൻപോട്ട് പോകുന്നത് നോക്കൂ നിങ്ങൾ. ആ ഒരു പ്രമേയം വന്നപ്പോ ധാരാളം മുസ്ലിങ്ങൾ ഈ ഉമ്മത്ത് ആ പ്രസ്ഥാനത്തെ കൈയൊഴിഞ്ഞ കൂട്ടത്തിൽ ആരൊക്കെ കൈയൊഴിഞ്ഞു എന്ന് ചോദിച്ചാൽ വഹാബി നേതാക്കളും ആദ്യകാലത്ത് കോൺഗ്രസിന്റെ ശക്തരായ വക്താക്കളുമായിരുന്ന KM സീതി സാഹിബും KM മൗലവി പോലും അവരൊക്കെ ആ പ്രസ്ഥാനത്തിന്റെ വക്താക്കളായിരുന്നു. അവര് പോലും അതിൽ നിന്ന് രാജിവെച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടായത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പാസാക്കിയ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നോക്കൂ നിങ്ങൾ, 1937 മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ട് മുസ്ലിം സാമുദായിക രാഷ്ട്രീയ സംഘടന രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ പ്രവർത്തകർക്കിടയിൽ ഏറ്റവും കൂടുതൽ ജനസമ്മതി ഉണ്ടായിരുന്ന ഒരു നേതാവിനെ മുൻനിർത്തിയെങ്കിൽ മാത്രമേ ഇവിടെ ആ ഒരു സംഘശക്തിക്ക് വേരോട്ടം ഉണ്ടാക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയപ്പോ അന്ന് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നത ശീർഷനായ നേതാവിനെയാണ് ആ പ്രസ്ഥാനം ഉയർത്തിക്കാട്ടിയത്. എന്തുകൊണ്ട്? സമസ്തയുടെ നേതാക്കൾ ഒരു കാര്യം പറഞ്ഞാൽ ഒരു ദിശ നിർണയിച്ചുകൊണ്ട് ഒരു സൂചന കൊടുത്തുകൊണ്ട് ഇന്നാലിന്ന ഭാഗത്തേക്കാണ് നമ്മൾ തിരിഞ്ഞു നിൽക്കേണ്ടത്, നമ്മുടെ മസ്തിഷ്കം തിരിച്ചു വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് മനസ്സാ വാചാ കർമ്മന ഏറ്റെടുത്തുകൊണ്ട് നടത്താൻ ഇവിടെ സമുദായം ബാധ്യസ്ഥരായി നന്ദിയുള്ള കടപ്പാടുള്ള പ്രതിബദ്ധതയുള്ള ഒരു സമൂഹമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പുറകിൽ അടിയുറച്ചു നിൽക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടെയാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ നായകനെ ഉയർത്തിക്കാട്ടിയത്. അന്ന് ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ് വഹിക്കുന്ന സ്ഥാനം എന്താണ്? ബരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുന്ന സമസ്തയുടെ സ്ഥാപക പ്രസിഡന്റ് വഫാത്തായതിന്റെ ശേഷം ഈ ഉമ്മത്തിന്റെ അമര നായകത്വം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ടവരെ ആ സ്ഥാനത്ത് കൊണ്ടുവന്നുകൊണ്ട് ഈ മുസ്ലിം സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇവിടെ വിത്ത് ഇടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഉലമാക്കൾ നിർണയിച്ച ദിശയിലാണ് സാമുദായികമായി രാഷ്ട്രീയമായി ഇവിടെ സംഘടിക്കാൻ മുസ്ലിം ഉമ്മത്തിന് സാധ്യമായത് എന്ന് നമുക്ക് കൃത്യമായി ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഇത് നമ്മൾ രാഷ്ട്രീയം പറയുകയല്ല, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനോട് പ്രത്യേകമായ മമത ഒരു കാലത്തും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വച്ചു പുലർത്തിയിട്ടില്ല. സമദൂരം എന്നത് പോലും ഒരു പക്ഷേ ശരിദൂരം എന്ന നിലപാടായിരുന്നു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്വീകരിച്ചിരുന്നത്. ശരീഅത്തിന് അനുകൂലമായി ആര് നിൽക്കുന്നുവോ അവർക്കൊപ്പം നിൽക്കുകയും ശരീഅത്തിന് ഘടകവിരുദ്ധമായി ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അത് ഏത് ഗവൺമെന്റ് ഭരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല, LDF ആണോ UDF ആണോ BJP ആണോ ഭരിക്കുന്നത് എന്ന് നോക്കിയിട്ടല്ല. 1929 ഇവിടെ രാജ്യം ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ്. ഹർബില സർദ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട ചൈൽഡ് മാരേജ് ആക്ട് കൊണ്ടുവന്നപ്പോ സ്ത്രീകൾക്ക് 14 വയസ്സും പുരുഷന് 18 വയസ്സും എന്ന് ക്ലിപ്തപ്പെടുത്തിയപ്പോ നിയമം കൊണ്ടുവന്നയാളെ സാമൂഹിക പരിഷ്കർത്താവെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് വാഴ്ത്തി പറഞ്ഞപ്പോ 1930 ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമ്മേളനം വിളിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ ശരീഅത്തിന്റെ കടക്കൽ കത്തിവെക്കാനുള്ള നിയമവുമായി മുൻപോട്ട് പോകാനാണ് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ വിചാരമെങ്കിൽ അതിന്റെ തിക്തഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷുകാരുടെ മുഖത്തു നോക്കി ആർജവത്തോടെ സമ്മേളനം വിളിച്ച് പ്രമേയം പാസാക്കിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. രാഷ്ട്രീയം നോക്കിയിട്ടല്ല, പ്രതിയോഗികളുടെ കരുത്തു നോക്കിയിട്ടല്ല, അള്ളാഹുവിന്റെ ദീനിനെ കൊഞ്ഞനം കുത്താൻ ആര് വന്നാലും അവർക്കെതിരെ സന്ധിയില്ല സമരം നടത്തിയ പാരമ്പര്യമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക്. ആ പാരമ്പര്യവുമായി ഈ മഹായാനം മുൻപോട്ട് പോകുമ്പോൾ പ്രതിസന്ധികളുടെ നൂലാമാലകൾ ഉണ്ടാകും. കപ്പലിനകത്തും ശത്രുക്കൾ ഉണ്ടാകും, പുറത്തും ശത്രുക്കൾ ഉണ്ടാകും. അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞില്ലേ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായ ഒരു ഉപമയിലൂടെ ഒരു കപ്പൽ യാത്ര പോകുകയാണ്. ആ കപ്പലിന്റെ 2 തട്ടിലായി ആസനസ്ഥരായി മുഴുവൻ സഞ്ചാരികളും ഇരിപ്പിടത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. യാത്ര പോയി കടലിന്റെ മധ്യേ കപ്പലെത്തി നിൽക്കുന്ന നേരത്ത് താഴെ തട്ടിലുള്ളവർക്ക് ദാഹമുണ്ടായി. ശുദ്ധജല സംഭരണി കിടക്കുന്നത് മുകളിലാണ്. അവർ ഇങ്ങനെ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി മുകളിലേക്ക് പോകും. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ താഴേക്ക് വരും. ഒരു കപ്പലിന്റെ അകത്ത് വളരെ മനോഹരമായി അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ഉമ്മത്തിനെ ഉപമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്താ സംഭവിച്ചത്? ഈ താഴേക്കിടയിലുള്ള ആളുകൾ ഇടക്കിടക്ക് മുകളിൽ പോയി വരുന്നതിന്റെ പ്രയാസം പറഞ്ഞിട്ട് അവർ തന്നെ പരസ്പരം ഇങ്ങനെ തർക്കിക്കുകയാണ്, പരസ്പരം ചർച്ചിക്കുകയാണ്. എന്തിനാണ് നമ്മൾ മുകളിലേക്ക് പോയി അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം കടം കൊള്ളുന്നത്? നമുക്ക് കിട്ടിയ ഭാഗങ്ങളിൽ തന്നെ ഒരു ചെറിയ ദ്വാരം ഈ കപ്പലിന് ഇട്ടുകൊടുത്താൽ ഈ കടലിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ജലധാര ലഭിക്കുമല്ലോ. അത് കുടിച്ചാൽ എന്തിനാണ് നമ്മൾ അവരെ ആശ്രയിക്കുന്നത് എന്ന ചോദ്യം വന്ന സന്ദർഭം അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നുണ്ട്, അങ്ങനെ ഒരു അവിവേകം കാണിക്കുന്നവന്റെ കൈ ആരെങ്കിലും ഒരാൾ പിടിച്ചു വച്ചിരുന്നെങ്കിൽ ആ കപ്പൽ മുച്ചൂട് മുങ്ങിപ്പോകുമായിരുന്നില്ല, എല്ലാവർക്കും രക്ഷപ്പെടാമായിരുന്നു. അതുകൊണ്ട് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന കപ്പൽ മുൻപോട്ട് പോകുമ്പോ ഉള്ളിൽ നിന്ന് ദ്വാരമുണ്ടാക്കാനും പുറത്തു നിന്ന് ആക്രമണങ്ങൾ അഴിച്ചുവിടാനും ഒക്കെ
ഒക്കെ ശക്തികൾ ഉണ്ടാകും. കാരണം ഇത് അള്ളാഹുവിന്റെ ദീനാണ്. പ്രതിസന്ധികളുടെ നൂലാമാലകൾ ഈ ഉമ്മത്തിനെ ചുറ്റി വരിയുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ചോദ്യമാണ്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് വെറുതെ അങ്ങ് കയറി പോകാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ പൂർവികർ അനുഭവിച്ച ക്ലേശങ്ങൾ, ആ പ്രതിസന്ധികൾ, അതൊന്നും അനുഭവിക്കാതെ അള്ളാഹുവിന്റെ വിശുദ്ധമായ സ്വർഗം കരസ്ഥമാക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്യേണ്ടതില്ല. അവരൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചവരാണ്. ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനൂ മഅഹ്, പ്രതിസന്ധിയുടെ തിരമാലകൾ അവർക്ക് മുകളിലൂടെ ആഞ്ഞു വീശിയപ്പോ ആ കാലഘട്ടത്തിലെ പ്രവാചകനും ആ പ്രവാചകന്റെ കൂടെ വിശ്വസിച്ച അനുയായികൾ പോലും അള്ളാഹുവിനോട് ചോദിച്ചു പോയിട്ടുണ്ട്. പ്രവാചകനും വരെ ചോദിച്ചു പോയിട്ടുണ്ട്, മത്താ നസ്റുല്ലാ, എന്തേ അള്ളാഹുവിന്റെ സഹായം എത്താത്തത്? എന്നാൽ നിങ്ങൾ അറിയണേ, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാഹുവിന്റെ സഹായം അടുത്തുണ്ട്, അതൊഴുകിയെത്തും. ആ കാര്യത്തിൽ തർക്കമില്ല. പ്രതിസന്ധികൾ ഉണ്ടാകും. ആ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ടത്, ഏത് പ്രതിസന്ധിയിലും മുങ്ങിപ്പോകാതെ, ഒരു കാറ്റിലും കോളിലും ഇടറാതെ പതറാതെ ഈ പ്രസ്ഥാനത്തെ, ഈ സമസ്ത എന്ന നൗകയെ നമ്മുടെ പൂർവികർ നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് കടമകളുണ്ട്, നമുക്ക് കടപ്പാടുകളുണ്ട്. ആ പൈതൃകം ബഹുമാനപ്പെട്ട ഉലമാക്കൾക്ക് പുറകിൽ അടിയുറച്ചു നിൽക്കുക എന്നതാണ്. നേതാക്കൾ എന്താണോ പറയുന്നത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 40 അംഗ മുശാവറ കൂടി ഒരു തീരുമാനമെടുത്താൽ അതിന്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കുക എന്നതാണ് നമ്മുടെ പൈതൃകം, നമ്മുടെ പാരമ്പര്യം. ആ പൈതൃകവും പാരമ്പര്യവും നമ്മൾ അനുവർത്തിച്ചു പോന്നത് കൊണ്ടാണ് നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ, ആ മതത്തിന്റെ പ്രതിരൂപമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കൊണ്ട് അള്ളാഹു നമ്മളെ ഇസ്സത്തിലാക്കിയത്. അതാണ് ബാഫഖി തങ്ങളുടെ പൈതൃകം. അതാണ് ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ ഇവിടെ അനുസ്മരിച്ചല്ലോ. MES എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് എന്ത് കുറവാണ് ഉണ്ടായിരുന്നത്? ആതുര സേവനത്ത് നിറഞ്ഞ കയ്യൊപ്പ് ചാർത്തിയവരല്ലേ. മെഡിക്കൽ കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, അങ്ങനെ എത്രയെത്ര സേവനങ്ങൾ. അവർ നിർവഹിക്കുന്ന സേവനങ്ങൾക്ക് വല്ല പതിരുമുണ്ടോ, വല്ല അതിരുമുണ്ടോ? പക്ഷേ മതത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അവർ പ്രസ്താവന ഇറക്കാനും അള്ളാഹുവിന്റെ ശരീഅത്തിൽ വിധി പറയാനും ഒക്കെ തുടങ്ങിയപ്പോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞു, അരുത്, അവരെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞപ്പോ മുസ്ലിം രാഷ്ട്രീയ സംഘചേതനയുടെ രാജപ്രതാപിയായ നായകൻ ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ പുറകിലാണ് നിന്നത്. അതാണ് പൈതൃകം. ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാക്കൾ പറഞ്ഞ ഭാഗത്ത് നിൽക്കുകയും MES-നെ മുത്തലാഖ് ചൊല്ലി ഒഴിവാക്കുകയും ചെയ്ത പൈതൃകം, ആ പൈതൃകമല്ലേ നമ്മൾ നിലനിർത്തേണ്ടത്? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപനമായ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിയ, ആ അറബി കോളേജിൽ അറബി മുൻഷിമാരെ വാർത്തെടുക്കും വിധത്തിലുള്ള ഒരു സിലബസിന് വേണ്ടിയുള്ള ശ്രമം നടന്നപ്പോ ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ ഉൾപ്പെടെ അതിന് ഒത്താശ പറഞ്ഞ സന്ദർഭം. ബാഫഖി തങ്ങൾ ആലിമല്ലല്ലോ, വലിയ കിതാബുകൾ ഓതി പഠിച്ച മഹാപണ്ഡിതനൊന്നുമല്ലല്ലോ. ആരൊക്കെയോ പറഞ്ഞപ്പോ, ചില രാഷ്ട്രീയക്കാരുടെ വാക്കുകളൊക്കെ കേട്ട് ആ സ്ഥാപനം അറബി മുൻഷിമാരെ വാർത്തെടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സമുച്ചയം എന്ന നിലക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറയുന്ന ആലിം, ബഹുമാനപ്പെട്ട സയ്യിദാകുന്ന രാജപ്രതാപിയായ ഈ ഉമ്മത്തിന്റെ കൽബാകുന്ന മാണിക്ക കൊട്ടാരത്തിലെ കിരീടം വെക്കാത്ത സുൽത്താൻ, അള്ളാഹുവിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, ബാഫഖി തങ്ങളോടാണ് പറയുന്നത്, തങ്ങളെ അത് പറ്റില്ല, അത് തിരുത്തണം എന്ന് പറഞ്ഞ് തങ്ങളെ മനസ്സിലാക്കി കൊടുത്തപ്പോ ബഹുമാനപ്പെട്ട തങ്ങളുടെ, ബഹുമാനപ്പെട്ട സമസ്തയുടെ ജനറൽ സെക്രട്ടറി 4 പതിറ്റാണ്ടുകാലം ഉമ്മത്തിന് ദൈക്ഷണികമായി നേതൃത്വം നൽകിയ ആ മഹാമനീഷിയുടെ വാക്ക് ശിരസാവഹിച്ചുകൊണ്ട് ആ ചിന്തയിൽ നിന്ന് മാറി നിൽക്കുന്ന പൈതൃകം, അതാണ് നമ്മുടെ പൈതൃകം. പ്രിയപ്പെട്ടവരെ, ആ പൈതൃകത്തിലാണ് നമ്മൾ നിലയുറപ്പിക്കേണ്ടത്. മാത്രമല്ല, ബാഫഖി തങ്ങളുടെ പാരമ്പര്യം ഇവിടെ ഒരുപാട് ഉസ്താദുമാർ പറഞ്ഞത് നമ്മൾ കേട്ടു. ആ പൈതൃകത്തിന്റെ പാരമ്പര്യത്തിന്റെ ഉത്തുംഗത ഇവിടെ എത്തി നിൽക്കുന്നു. ബീബി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹായുടെ കാലിന്റെ ചോട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബാഫഖി തങ്ങളുടെ നാക്കിന്റെ അഥർ എത്രത്തോളമാണെന്ന് നമ്മൾ കണ്ടറിഞ്ഞതല്ലേ. എന്തുകൊണ്ട് ബാഫഖി തങ്ങളുടെ ഔന്നത്യം അത്രമേൽ അള്ളാഹുവിന്റെ പക്കൽ കബൂലിയത്തുള്ളതായി എന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ അവിടുത്തെ അമ്മാവനായിരുന്നു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ബീജാഭാവം നൽകിയ ഖുതുബുസ്സമാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന ചരിത്രം നമുക്ക് പഠിക്കാൻ കഴിയും. തങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം ഒരു സുപ്രഭാതത്തിൽ ഇവിടെ
ഒരു പ്രതിഷ്ഠയായി ഒരു ബിംബമായി കടന്നു വന്നതല്ല. അങ്ങനെ ഒരു ഔന്നത്യത്തിലേക്ക് ഉയരണമെങ്കിൽ അതിന്റെ പിന്നാമ്പുറത്ത് ഒരു മുസക്കി വേണം, അതിന്റെ പിന്നാമ്പുറത്ത് ഒരു മുറബി വേണം. അങ്ങനെ തസ്കിയത്ത് ചെയ്തുകൊണ്ട് തർബിയത്ത് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പരിഷ്കരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ആത്മീയമായ ചേതന അതിന്റെ പിന്നാമ്പുറത്ത് വേണം. ആ പാരമ്പര്യം പഠിക്കൂ, ആ പൈതൃകമാണ് പഠിക്കേണ്ടത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നായകൻ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ആ പൈതൃകവും പാരമ്പര്യവും പേറിയപ്പോ ഔന്നത്യത്തിന്റെ മഹാകൊടുമുടിയിലേക്ക് അല്ലാഹു തആല ഉയർത്തുകയും ഉമ്മത്തിന്റെ കൽബിൽ ഇന്നും മായാത്ത മറയാത്ത ഒരു വലിയ വിശേഷണമായി ബാഫഖി തങ്ങൾ കുടികൊള്ളുകയാണ്. അല്ലാഹുവിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. നോക്കൂ നിങ്ങൾ, പാണക്കാട്ടെ PMS പൂക്കോയ തങ്ങളുടെ പാരമ്പര്യം അഖില കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞല്ലേ, അകലെ സമസ്തക്ക് സമാന്തരം നിൽക്കുന്ന സകലം അകലെ. ആ കശ്ഫു കറാമത്തിന്റെ നാക്കുകളിലൂടെ പുറത്തു വരുന്നത് നമ്മൾ വളരെ വലിയ വ്യാപ്തിയുള്ള അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേവലം ഒരു സംഘടനയെ കുറിച്ചല്ല. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നിലപാടെടുത്തു. അവർ പിഴച്ചവരാണെന്ന് പറഞ്ഞു. ആ ഘട്ടത്തിൽ പോലും ബഹുമാനപ്പെട്ട പാണക്കാട് PMS പൂക്കോയ തങ്ങളുടെ ജനസമിതി അത് സ്വാധീനിച്ചുകൊണ്ട്, അത് ചൂഷണം ചെയ്തുകൊണ്ട് തലക്കല്ലിടാൻ വേണ്ടി അവരുടെ സ്ഥാപനത്തിന് ജമാഅത്തെ ഇസ്ലാമിക്കാരനായ ഇസ്സുദ്ദീൻ മൗലവി ക്ഷണിച്ചു കൊണ്ടുപോകുന്ന വിവരമറിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സമസ്തയുടെ സമുന്നത ശീർഷരായ നേതാക്കൾ പതി അബ്ദുൽ ഖാദർ ഉസ്താദും ബഹുമാനപ്പെട്ട കൂട്ടുമല ഉസ്താദും ഈ വിവരമറിഞ്ഞ് പാണക്കാട്ടേക്ക് വരുന്നു. പാണക്കാട് തങ്ങളെ കണ്ടതിൽ നിന്ന് പിന്മാറ്റുക എന്നതാണ് ലക്ഷ്യം. പക്ഷേ അവരെത്തിയപ്പോഴേക്കും തങ്ങൾ പോയിരുന്നു, തങ്ങൾ തറക്കല്ലിട്ടിരുന്നു, തങ്ങൾ തിരിച്ചു വരുന്നത് വരെ കാത്തിരുന്നു. തങ്ങൾ വന്ന വിവരം ഇവർ പറഞ്ഞു, തങ്ങളെ നിങ്ങൾക്കും നിങ്ങളുടെ വല്യാപ്പാക്കും ബറക്കത്തില്ലെന്ന് പറയുന്ന ആളുകൾ, അവർക്ക് വേണ്ടി ബറക്കത്ത് കൊടുക്കാൻ തറക്കല്ലിടാൻ താങ്കൾ പോയത് ശരിയായില്ലെന്ന് പറഞ്ഞപ്പോ, അങ്ങനെയാണോ എനിക്കും എന്റെ വല്യാപ്പാക്കും ബറക്കത്തില്ലെന്നാണോ അവരുടെ വാദം? എങ്കിൽ ഇതാ ആ ബറക്കത്ത് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് ഉലമാക്കളുടെ പുറകിൽ നിന്ന പാരമ്പര്യത്തിന്റെ പര്യായമാണ് ബഹുമാനപ്പെട്ട പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ വലിയ തങ്ങൾ PMS പൂക്കോയ തങ്ങൾ. അതല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ പൈതൃകം എന്ന് പറയുന്നത്. SYSന്റെ തലപ്പത്ത് ബഹുമാനപ്പെട്ടവൾ 1954 വന്നു എന്ന വ്യാജേന ഡോക്യുമെന്ററി ഇറക്കുന്നവരും ശ്രദ്ധിക്കണം. കളവുകൾ പറയുമ്പോ ആരുടെ പേരിലാണ് കളവ് പറയുന്നത് എന്നതിനെ കുറിച്ച് കൂടെ ഒരു ധാരണയുണ്ടാവണം. ഈ കറാമത്ത് നിഷേധിച്ചവരെ നിങ്ങളുടെ നാക്കുകൊണ്ടത് നിങ്ങൾക്ക് തിരുത്തേണ്ടി വന്നിട്ടില്ലേ? നിങ്ങൾ തന്നെ എഡിറ്ററായ പുസ്തകത്തിൽ അത് അച്ചടിച്ചു വന്നതിനെ നഖശികാന്തം നിങ്ങൾക്ക് എതിർക്കേണ്ടി വന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഞങ്ങളെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചതിന്റെ ശേഷം നിങ്ങൾക്കതിൽ ചോർച്ച വന്നിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് നിങ്ങൾ പരിശോധിക്കുകയാണ് വേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. 1968 ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക ഘടകമായ SYSന്റെ തലപ്പത്ത് ഓഗസ്റ്റ് 25 കടന്നു വരുന്നത്. സമസ്തക്കൊപ്പം നിന്നാൽ അള്ളാഹുവിന്റെ ദീനിൽ നമ്മൾ അംഗത്വം എടുക്കുന്നതോടുകൂടി അള്ളാഹു നമ്മളെ ഉയർത്തി എന്ന് പറയുന്നത് പോലെ സമസ്തക്കൊപ്പം നിന്നാൽ സമസ്തക്കൊപ്പം വളരാൻ കഴിയും. സമസ്തക്കൊപ്പം നിൽക്കുന്നവരെയൊക്കെ വളർത്തിയ പാരമ്പര്യമേ സമസ്തക്കുള്ളൂ. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. സമസ്ത കൊണ്ടാണ് അള്ളാഹു എല്ലാവരെയും ഉയർത്തിയത്. ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ട് സമസ്തയെ അള്ളാഹു ഉയർത്തിയിട്ടില്ല. ചരിത്രത്തെ വളച്ചൊടിച്ച് വക്രീകരിച്ച് പറഞ്ഞാൽ അതൊക്കെ വെള്ളം തൊടാതെ വിടുങ്ങാൻ ഒരു വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ആളുകളാണ് മുൻപിലിരിക്കുന്നത് എന്ന് ആരെങ്കിലും മൂഢമായ ധാരണ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ടില്ലെങ്കിൽ തിരുത്തിക്കാൻ ഇവിടെ പ്രതിജ്ഞാബദ്ധമായ നേതൃത്വം ഞങ്ങൾക്കുണ്ട് എന്നുകൂടെ സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. ആലിമീങ്ങളുടെ പേരിൽ കളവ് പറയിപ്പിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ മുൻജിഫിരി മുത്തുക്കോയ തങ്ങൾ എത്ര പക്വമായിട്ടാണ് നമുക്ക് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്, നമുക്ക് നേതൃത്വം നൽകുന്നത്. നോക്കൂ നിങ്ങൾ, ആ തങ്ങളെ പോലും അവമതിക്കുന്ന രീതിയല്ലേ ഇപ്പോൾ പലരും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ തങ്ങളുടെ ബഹുമാനപ്പെട്ട തങ്ങളുടെ വ്യക്തിപ്രഭാവത്തെ ഇടിച്ചു താഴ്ത്തുന്നതിന് വേണ്ടിയുള്ള പരസ്യവും രഹസ്യവുമായ നിലക്കുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ശതാബ്ദി സന്ദേശയാത്ര നടക്കുമ്പോ അതിന്റെ പര്യവസാനം മംഗലാപുരത്ത് വെച്ച് നടക്കുമ്പോ നമ്മളൊക്കെ വലിയ സന്ദേശത്തിൽ വലിയ ആഹ്ലാദത്തിൽ ആയിരക്കണക്കിന് വരുന്ന 10,000-ഓളം വരുന്ന ആളുകളെ നോക്കി കേവലം ഒരു യാത്രയുടെ സമാപന സമ്മേളനം പോലും ഒരു മഹാസമ്മേളനമാക്കി മാറ്റിയ ആ രംഗം കണ്ട് കൺകുളിർക്ക കണ്ടു നിൽക്കുന്ന നേരത്തല്ലേ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പ്രസംഗിക്കാൻ വരുന്നത്. സന്തോഷത്തിന്റെ ആ മനസ്സുമായി നിൽക്കുന്ന നമ്മുടെ കണ്ണുകൾ മുഴുവനും ഈറനണിയുന്ന വിധത്തിലല്ലേ തങ്ങളുടെ മനസ്സിന്റെ പ്രയാസം നമ്മുടെ മുൻപിലേക്ക് തുറന്നിട്ടത്. ഞാൻ ഈ സ്ഥാനം ഏറ്റെടുത്തത് മുതൽ വല്ലാതെ വേട്ടയാടപ്പെടുന്നുണ്ട്, വല്ലാതെ വേദനിക്കുന്നുണ്ട്, വല്ലാതെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് തങ്ങൾ പറഞ്ഞത് ഉമ്മത്തിന് നായകത്വം നൽകുന്നത് കൊണ്ടാണല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു പ്രതിജ്ഞയെടുക്കണം. നമ്മുടെ ദീൻ, ബഹുമാനപ്പെട്ട ദീൻ ഇവിടെ നിലനിന്നത്, അതിനെ നിലനിർത്തിയത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതിനെ നിലനിർത്തേണ്ടത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ബാധ്യതയാണ്. ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്നത് സയ്യിദുൽ ഉലമയാണ്. ആ സയ്യിദുൽ ഉലമയെ നോവിച്ചവരെ, ആ സയ്യിദുൽ ഉലമയെ വേട്ടയാടുന്നവരെ നോക്കിക്കാണാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരും പ്രബുദ്ധരുമാണ് എന്ന് ലോകത്തോട്
ഈ നാട്ടുകാരോട്, ഈ കേരളീയരോട് നമുക്ക് വിളിച്ചു പറയേണ്ടി വരും. എല്ലാ വേദനകളും അടക്കി പിടിച്ചുകൊണ്ട് നായകൻ നേതൃത്വം നൽകുമ്പോ ഏതവസ്ഥയിലും ദുർബലമാണ് എന്ന് വിചാരിച്ചു പോണ്ട. ഇതെല്ലാം കേവലം ദൗർബല്യമാണ്, മാനസിക ദൗർബല്യം കൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്നൊന്നും ആരും വിചാരിച്ചു പോണ്ട. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നേതൃത്വം നൽകുമ്പോ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമെന്ന് പഠിപ്പിച്ച അവിടുത്തെ വല്യാപ്പ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൈതൃകമാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പുലർത്തിപ്പോരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്നത് ആ പഴയ പാരമ്പര്യങ്ങളൊക്കെ നിലനിർത്തുകയാണ് വേണ്ടത്. ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ചർച്ച വരുമ്പോ, അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോ പറയുന്നില്ലേ, കോട്ടുമല ഉസ്താദിന്റെ മെതിയടിയാണെന്ന് പറഞ്ഞപ്പോ നെഞ്ചോട് ചേർത്ത് വെച്ചു എന്ന് പറയുന്നില്ലേ? അത് ചരിത്രം വക്രീകരിക്കാനല്ല, അത്തരം സംഭവങ്ങളൊക്കെ വിശേഷിപ്പിക്കേണ്ടത് അത് വിനയത്തിന്റെ, ലാളിത്യത്തിന്റെ പ്രതിരൂപമായ ഒരു ഉമ്മത്തിന്റെ അമരസ്ഥാനത്ത് നിൽക്കുമ്പോൾ പോലും തന്റെ ഗുരുവര്യനായ ആലിമിനെ എങ്ങനെ ബഹുമാനിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ പഠിപ്പിച്ചത്. ആ ആലിം ഏതോ കാലത്ത് ഉപയോഗിച്ചു എന്ന് പറയുന്ന മെതിയടി തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുനീർത്തുള്ളികൾ ബഹുമാനപ്പെട്ട തങ്ങളുടെ കണ്ണിൽ നിന്ന് ഈറനണിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആലിമിന്റെ പുറകിൽ എങ്ങനെയാണ് സയ്യിദ് നിൽക്കേണ്ടത്, ആ സയ്യിദ് നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കീഴിൽ എങ്ങനെയാണ് ഉമറാക്കൾ നിൽക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള വളരെ മനോഹരമായ ഒരു മാതൃകയാണ് ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ നമുക്ക് മുൻപിലേക്ക് പറയുന്നത്. അതുകൊണ്ട് പ്രഭാഷകരായ ആളുകൾ ആരുടെയെങ്കിലും ഒക്കെ വിധേയത്വത്തിന് വഴങ്ങി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും അതിന്റെ ഉസ്താദുമാർക്കും അതിന്റെ ആദരണീയരായ നേതാക്കളോടും ക്ലാസ് എടുക്കുന്നവർ, സമസ്തയുടെ സമ്മേളനം ആരാണ് അധ്യക്ഷത വഹിക്കേണ്ടത്, ആരാണ് ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് എന്നതൊക്കെ റൂട്ടിട്ട് കൊടുക്കാൻ മാത്രം നിങ്ങൾ ആരും വളർന്നിട്ടില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ ബുദ്ധിയൊന്നും അത്തരം ആവേശകരമായ പ്രഭാഷണത്തിലൂടെയൊന്നും നിങ്ങൾക്ക് ഈ ഉമ്മത്തിനെ വഴിതെറിച്ചു വിടാൻ പറ്റില്ല. 1985 ഫെബ്രുവരിയിലാണ് സമസ്തയുടെ 60ാം വാർഷിക മഹാസമ്മേളനം നടന്നത്. ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് എന്ന് പറയുന്ന സമസ്തയുടെ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിലാണ് ആ സമ്മേളനം നടന്നിട്ടുള്ളത്. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമായി ഇ.കെ. അബൂബക്കർ മുസ്ലിയാരാണ്. ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. നോക്കൂ നിങ്ങൾ, 1996 മാർച്ചിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 70ാം വാർഷിക സമ്മേളനം നടക്കുന്നത്. അന്നത്തെ പ്രസിഡന്റ് ബഹുമാന്യനായ അസ്ഹരി തങ്ങളാണ് ആ പരിപാടിയുടെ ഔപചാരികമായ അധ്യക്ഷത വഹിച്ചത്. ശൈഖുന ശംസുൽ ഉലമയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതാണ് പൈതൃകം, ഇതാണ് പാരമ്പര്യം. അതുകൊണ്ട് ആ പൈതൃകവും പാരമ്പര്യവും എന്ന് പറഞ്ഞാൽ പ്രസിഡന്റും സെക്രട്ടറിയും അധ്യക്ഷത വഹിക്കണം, ഉദ്ഘാടനം നിർവഹിക്കണം എന്നതല്ല. ആര് ഉദ്ഘാടനം നിർവഹിക്കണമെന്ന്, ആര് അധ്യക്ഷത വഹിക്കണമെന്ന്, ആരാണ് സ്വാഗത സംഘം രൂപീകരിക്കേണ്ടത്, ഓരോരുത്തരും വഹിക്കേണ്ട കർമ്മ പദ്ധതികളുടെ ചുക്കാൻ പിടിക്കേണ്ടത് ആരൊക്കെയാണെന്ന് തീരുമാനിക്കാനുള്ള തന്റെ ഇടവും സ്വത്വബോധവുമുള്ള പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അത് ആരുടെയെങ്കിലും അമ്മിക്കടിയിൽ കൊണ്ടുപോയി ആദർശം പണയം വെച്ചവർ റൂട്ടിട്ട് തരുന്നതിനനുസരിച്ച് സഞ്ചരിക്കുന്ന കേവലം പാവയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് വിചാരിച്ചവരോട് വളരെ വളരെ വിനയത്തോടുകൂടി ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ കാലമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. മൗനം ഭുജിച്ചു നിൽക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ചരിത്രം കൃത്യമായി ഉമ്മത്തിനോട് അക്കമിട്ട് വരച്ചു കാണിച്ചു പറയാൻ പ്രതിജ്ഞാബദ്ധരായ, അതിന് മാത്രം യോഗ്യരായ നേതാക്കളുള്ള പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ തലപ്പത്ത് ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ വന്നതിനെ കുറിച്ച് ചരിത്രം വക്രീകരിക്കുന്നവരോട് പറയാനുള്ളത്, ആരാണ് ബാഫഖി തങ്ങൾ അതിന്റെ തലപ്പത്ത് നിയോഗിച്ചത്? ബാഫഖി തങ്ങൾ ഒരു സുപ്രഭാതത്തിൽ അതിന്റെ തലപ്പത്ത് വന്നതല്ല, മറിച്ച് 1951 ബാഫഖി തങ്ങളെ വിദ്യാഭ്യാസ ബോർഡിന്റെ ട്രഷററായി നിയമിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. 1962 മുഷാവറ തീരുമാന പ്രകാരം നമ്മുടെ പ്രഥമ മത ബിരുദം നൽകുന്ന പ്രസ്ഥാനമായി പട്ടിക്കാട് ജാമിഅ നൂരിയ വന്നപ്പോ അതിന്റെ തലപ്പത്ത് ബാഫഖി തങ്ങളെ പ്രസിഡന്റാക്കി നിയോഗിച്ചത് സമസ്തയുടെ സ്ഥാപനമാണ്. ഇന്നും നമ്മൾ പറയുന്നു സമസ്തയുടെ മുഷാവറ നേരിട്ട് നടത്തുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ പ്രസിഡന്റായി ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളെ നിയോഗിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതിന്റെ വൈസ് പ്രസിഡന്റായി ബഹുമാനപ്പെട്ട PMS പൂക്കോയ തങ്ങളെ നിയോഗിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതിന്റെ സെക്രട്ടറിയായി ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയെ നിയോഗിച്ചത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ശൈഖുന ശംസുൽ ഉലമ പിൽക്കാലത്ത് സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാൾ സ്ഥാനത്തേക്ക് മാറിയപ്പോ ബഹുമാനപ്പെട്ട PMS പൂക്കോയ തങ്ങൾ അതിന്റെ സെക്രട്ടറിയാക്കിയത്, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അവരോധിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതുകൊണ്ട് ഈ ചരിത്രമൊന്നും വക്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. സമയമേറെ വൈകിയിട്ടുണ്ട്.
ക്ഷമയോടുകൂടി നിങ്ങളൊക്കെ ഇപ്പോഴും കാത്തിരിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത സ്നേഹം തോന്നുകയാണ്. നമ്മൾ നിലയുറപ്പിക്കേണ്ടത് ഈ മാർഗത്തിൽ തന്നെയാണ്. ഇതിനെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പ്രിയപ്പെട്ടവരെ, പൈതൃകവും പാരമ്പര്യവും അതാണ്. CIC എന്ന് പറയുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞില്ലേ? അവിടെ ഉസ്താദുമാരൊക്കെ അതിനെ വളരെ കൃത്യമായി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നോക്കൂ നിങ്ങൾ അവരുടെ അഹങ്കാരം എന്താണ് പറഞ്ഞത്? ഉജാല മുക്കിയ വസ്ത്രം ധരിക്കലാണ് സമസ്തയുടെ മുഷാവറ മെമ്പറാകാനുള്ള യോഗ്യത എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥാപനത്തിന്റെ, ആ സമുച്ചയത്തിന്റെ, ആ സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്നയാൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഇകഴ്ത്തിയില്ലേ? നമ്മൾ ഇനിയും അത് അംഗീകരിച്ചു കൊടുക്കുകയാണോ വേണ്ടത്? ഇപ്പോഴും സമസ്തയുടെ ഭാഗമാണ് CIC എന്ന് പറയുന്ന തിട്ടൂരങ്ങളെ, അത്തരം ജൽപ്പനങ്ങളെ ഇനിയും വെള്ളം തൊടാതെ വിടുങ്ങാൻ ഈ ഉമ്മത്തിനെ കിട്ടില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. സമസ്ത അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പരമോന്നത പരമാധികാര സ്ഥാനത്തിരിക്കുന്ന അധ്യക്ഷൻ സയ്യിദുൽ ഉലമ പറയും CIC ഇതിന്റെ ഭാഗമാണെന്ന്. തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സമസ്തയുടെ ഭാഗമല്ല CIC. ഈ പറയപ്പെടുന്ന മധ്യസ്ഥന്മാർ മുഖേന അവർ എഴുതി കൊടുത്ത 9 നിയമനിർദ്ദേശങ്ങൾ, ആ സാരോപദേശങ്ങൾ, ആ നിബന്ധനകൾ, അതിന് വിധേയപ്പെടാതെ ഇവരുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷനാണ്. അതേ സമസ്തക്കാർക്ക് സ്വീകരിക്കേണ്ടതുള്ളൂ എന്നും സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഉലമാക്കളെ ആക്ഷേപിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? ഉജാലമുഖ്യ വസ്ത്രം ധരിക്കലാണത്രേ സമസ്തയുടെ മെമ്പർ. അത് എന്ന് വെച്ചാൽ ക്വാളിറ്റി വിദ്യാഭ്യാസമുള്ള ഇവരെന്ന് പറയുന്ന ലോകം കണ്ട പണ്ഡിതന്മാരോട് തുലനം ചെയ്യാൻ ഒരു യോഗ്യതയും ഇല്ലാത്തവരാണ് സമസ്തയുടെ ഉലമാക്കൾ എന്നാണ് പറയുന്നത്. നമ്മൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. കണ്ണുള്ളവർ കണ്ടോളൂ, കാതുള്ളവർ കേട്ടോളൂ. ഈ മലപ്പുറം ജില്ലയിൽ നിന്നാണ് 3-4 വർഷങ്ങൾക്ക് മുൻപ് സാത്വികവര്യനായ ഒരു മഹാമനീഷി ഈ തൊട്ടപ്പുറത്ത് മേലാറ്റൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് നമുക്കിടയിൽ ഒരു മുഹറം 10-ന് വിട പറഞ്ഞു പോയത് കുഞ്ഞാണി മുസ്ലിയാർ എന്ന് പറയുന്ന സാത്വിക വര്യൻ. അദ്ദേഹം പഠിപ്പിച്ച ശിഷ്യന്മാർ ഒരു പക്ഷേ വേദിയിലും സദസ്സിലും ഒക്കെ ഉണ്ടാകും. നോക്കൂ നിങ്ങൾ അദ്ദേഹത്തിന്റെ മരണം. ആ മരണാനന്തരം അദ്ദേഹത്തിന്റെ റൂം വൃത്തിയാക്കുമ്പോൾ കിട്ടിയ വസ്ത്രം അതൊക്കെ അലക്കിപ്പൊറുക്കി, അതുപോലെ കിതാബുകളൊക്കെ അടുക്കിപ്പൊറുക്കി വെക്കുന്ന കൂട്ടത്തിലാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഡയറി കണ്ടുകിട്ടുന്നത്. ഡയറി മറിച്ചു നോക്കുന്നുണ്ട് ബന്ധപ്പെട്ടവർ. വല്ല വസിയത്തുമുണ്ടോ, ഇടപാടുകളുണ്ടോ എന്നറിയാനാണ് മറിച്ചു നോക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അവരുടെ കണ്ണ് മുഴുവൻ തള്ളിപ്പോയ ഒരു രംഗം ആ ഡയറിയിൽ എഴുതി വച്ചിരിക്കുന്നത് കണ്ടപ്പോ വല്ലാത്ത അത്ഭുതം തോന്നുകയാണ്. എന്താണ് എഴുതി വച്ചിരിക്കുന്നത്? വളരെ മനോഹരമായ അറബി ഭാഷയിൽ കുഞ്ഞാണി മുസ്ലിയാർ എഴുതി വച്ചിരിക്കുന്നു, ഞാൻ ആദ്യമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടത് വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ പഠിക്കുന്ന കാലത്താണ്. രണ്ടാമതായി ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടത് പുത്തനഴിയിൽ വെച്ചാണ്. മൂന്നാമതായി ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടത് പുത്തനഴിയിൽ വെച്ചാണ്. നാലാമതായി ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടത് പുത്തനഴിയിൽ വെച്ചാണ്. 4 തവണ അള്ളാഹുവിന്റെ പ്രവാചകരെ ദർശനം നടത്തിയത് ഹിജ്റ, അതുപോലെ ഇംഗ്ലീഷ് കലണ്ടറിന്റെ ഡേറ്റ് ഇട്ട്, മാസമിട്ട്, വർഷമിട്ട് കൃത്യമായി ആ രാവ് പോലും രേഖപ്പെടുത്തി വെച്ചിട്ട് ജീവിതകാലത്ത് ആരോടും പറയാതെ, ജീവിതകാലത്ത് കച്ചവട ചരക്കാക്കാതെ നമുക്ക് മുൻപിലൂടെ കടന്നുപോയ മഹാമനീഷി പറഞ്ഞു വെക്കുകയാണ്, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകരെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, പ്രവാചകർ പറഞ്ഞു, ഈ നൂറ്റാണ്ടിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകി നമുക്ക് മുൻപിലൂടെ നടന്നുപോയ മഹാമനീഷിയോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വർത്തമാനമാണ്. നിങ്ങൾ ഹൃദയം ശുദ്ധീകരിക്കണം, തിന്മയിൽ നിന്ന് മാറി നിൽക്കണം. ഒന്ന്. രണ്ടാമതായി കണ്ട മാത്രയിൽ അള്ളാഹുവിന്റെ പ്രവാചകരെ കണ്ടപ്പോ ഞാൻ ആലിംഗനം ചെയ്തു, ഞാൻ കെട്ടിപ്പിടിച്ചു എന്ന് പറയുന്നത് നമ്മുടെ നേതാവ് കുഞ്ഞാണി മുസ്ലിയാരാണ്. മാത്രമല്ല മൂന്നാമതായി കണ്ട രംഗം അദ്ദേഹം പറയുന്നുണ്ട്. കണ്ട മാത്രയിൽ അള്ളാഹുവിന്റെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവസാനമായി കണ്ട ദിവസത്തെ കുറിച്ച് പറയുന്നുണ്ട്. തങ്ങൾ അവിടുത്തെ തിരുകരം എന്റെ മുൻപിലേക്ക് നീട്ടിത്തന്നു. നീട്ടിത്തന്നപ്പോൾ ഞാൻ ആ കരം പിടിച്ചു ചുംബിച്ചെനിക്ക് മതിയായില്ല. അപ്പോഴേക്ക് തങ്ങൾ അവിടുത്തെ കരം പിന്നോട്ട് വലിച്ചു. ആരാ നമുക്ക് നേതൃത്വം നൽകിയത്? ഞങ്ങൾ പറയുന്നു ഉജാലമുക്കിയ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവർക്ക് നേതൃത്വം നൽകിയതെങ്കിലും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരിലേക്ക് അണിമുറിയാതെ എത്തുന്ന സനദിന്റെ ഉടമസ്ഥരാണ് അവർ ബിദ്അത്ത് പഠിപ്പിച്ചിട്ടില്ല. സമസ്തയുടെ സ്ഥാപനത്തിൽ ബിദ്അകളെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിച്ച് കുട്ടികൾക്ക് മത താരതമ്യ പഠനം നടത്തിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് പിൽക്കാലത്ത് തെരഞ്ഞെടുത്തു പോകാം എന്ന രിദ്ധത്തിലേക്കുള്ള വഴി തുറന്നു വെക്കുന്ന പ്രവർത്തനം ഞങ്ങളുടെ നേതാക്കൾ നിർവഹിച്ചിട്ടില്ല. ഇത് സത്യസന്ധമായ ദീനാണ്, ഇത് പാരമ്പര്യമായ ഇസ്ലാമാണ്. അതിന് കാവൽ നിൽക്കാൻ അല്ലാഹു തആല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഇവിടെ ഉണ്ടാക്കി
ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് സമസ്തയുടെ സംവിധാനങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ആരും ശ്രമിക്കേണ്ട. സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറയുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക വിഭാഗത്തിന്റെ മാനുവൽ തിരുത്തി, ഭരണഘടന തിരുത്തി, എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കി നോക്കൂ നിങ്ങൾ. 1 വർഷ സമയമാണ് സമസ്ത അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളത്. ആ 1 വർഷത്തിനകം ഇത് പുനഃസംഘടിപ്പിക്കണം. മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാണ് 1 വർഷം സമയം അനുവദിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഭരണഘടന തിരുത്തി വേണ്ടപ്പെട്ടവരെ ബോധ്യപ്പെടുത്താതെ കൃത്രിമമായി നിർവഹിച്ചുണ്ടാക്കിയ ഭരണഘടനയുമായി മുൻപോട്ട് പോയാൽ അതിനെ തിരുത്താനും പിടിച്ചുകെട്ടാനും ഇവിടെ നേതൃത്വമുണ്ട് എന്ന താക്കീതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചിട്ടുള്ളത്. ആ ദൗത്യവും നിർവഹണവുമായി ഇനിയും സമസ്ത മുൻപോട്ട് പോകും. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അതിന്റെ ഭരണഘടന എന്തായിരുന്നു? അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കേണ്ടത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗങ്ങളിൽപ്പെട്ട ഒരാളായിരിക്കണമെന്ന ആ ഭരണഘടന തിരുത്തിയിട്ട് പറഞ്ഞു, സുന്നി മഹല്ല് ഫെഡറേഷന്റെ മലപ്പുറം ജില്ലയിലെ പ്രവർത്തക സമിതിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു പ്രമുഖ സയ്യിദ് എന്ന നിലക്ക് കാലിനനുസരിച്ച് ചെരുപ്പ് മുറിക്കുന്ന പ്രവർത്തനം എടുത്തുകൊണ്ട് സമസ്തയിൽ നിന്ന് അതിന്റെ സംവിധാനങ്ങളെ അടർത്തി മാറ്റി, സമസ്തയെ അസ്ഥിരപ്പെടുത്തി, നേതാക്കളെ ഇകഴ്ത്തി പ്രസ്ഥാനത്തെ സമാന്തരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? അത്തരക്കാരെ കയ്യോടെ പിടികൂടി ഉമ്മത്തിനെ ബോധവൽക്കരിക്കാൻ കഴിയുന്ന നേതാക്കളാണ് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ദീർഘദൃക്കുകളായ നേതാക്കൾ. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയുടെ ചരിത്രം പറയുമ്പോൾ നിങ്ങളൊക്കെ തന്നെയല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത്? കണ്ണൂർ ജില്ലയിൽ നടന്ന ബഹുമാനപ്പെട്ട ശൈഖുനായുടെ മരണാനന്തരം നടന്ന ഒരു സംഭവം, ഒരു സ്ഥാപനം ചിലർ പിടിച്ചടക്കിയ സന്ദർഭം ഉണ്ടായപ്പോ അതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുമ്പോ വക്കീൽ ഉണ്ണികൃഷ്ണൻ നായർ, അയാൾക്ക് കേസ് എടുക്കാൻ കഴിയില്ല, അയാൾക്ക് വേണ്ട വിധത്തിൽ അതിന്റെ തെളിവുകൾ പോരാ എന്ന് പറഞ്ഞ് അയാൾ പിന്മാറിയപ്പോ അന്ന് കണ്ണൂർ ജില്ലാ സുന്നി യുവന സംഘത്തിന്റെ പ്രസിഡന്റായിരുന്ന ഒരു മുല്ലക്കോയ തങ്ങൾ, ആ തങ്ങൾ നിർബന്ധിച്ചിട്ട് പോലും ഈ അദ്ദേഹത്തിന്റെ വലിയ സുഹൃത്തായ ഉണ്ണികൃഷ്ണൻ നായർ കേസെടുക്കാൻ മടി കാണിച്ച ദിവസത്തെ കുറിച്ച് നിങ്ങൾ പ്രസംഗിച്ചിട്ടില്ലേ? അതിന്റെ പിറ്റേ ദിവസം ഇതേ അഡ്വക്കേറ്റ് കടന്നു വന്നില്ലേ ബഹുമാനപ്പെട്ട തങ്ങളുടെ അരികിലേക്ക്? കേസ് ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞില്ലേ? എന്തേ നിങ്ങളുടെ മനം മാറ്റത്തിന് കാരണമെന്ന് ചോദിച്ചപ്പോ തലേ ദിവസം രാത്രി കണ്ട അനുഭവം പങ്കുവച്ചില്ലേ? വഫാത്തിന്റെ ശേഷം ശൈഖുനാ ശംസുൽ ഉലമ നടന്നു വന്നതും ഈ വാദവുമായി പോകേണ്ട, അതിനുവേണ്ടി എന്തൊക്കെ തെളിവുകളാണ് നിരത്തേണ്ടത് എന്നതിനെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തതിനെ കുറിച്ചും പറഞ്ഞ് ആ കേസ് വാദിക്കാൻ ഹിന്ദുവായ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ നായർ മുൻപോട്ട് വന്ന ചരിത്രം ഞങ്ങളെ പാടി പഠിപ്പിച്ചവരോട് പറയാണ്, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ നായർ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിശ്വാസമാണ്. ആലിമുൽ ആലമായ ആരിഫു ബില്ലാഹിയായ ശൈഖുനാ ശംസുൽ ഉലമക്ക് ആ കറാമത്തുണ്ട്. അതുകൊണ്ട് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, സമസ്തയെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി അതിനെ ആരുടെയെങ്കിലും അമ്മിക്കടിയിൽ കൊണ്ടുപോയി പണയം വെച്ചെടുക്കാൻ വല്ല ആചാരവും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തേക്കൂ. അല്ലാതെ ചരിത്ര വക്രീകരണം നടത്താനാണെങ്കിൽ ഇതേ ശൈഖുനാ ശംസുൽ ഉലമ ഇനിയും ഇടപെടുന്ന സാഹചര്യം ഉണ്ടാകും. അത് താങ്ങാനുള്ള ശേഷി ആർക്കും ഉണ്ടാവുകയില്ല. അദ്ദേഹം അള്ളാഹുവിന്റെ വലിയാണ്, ആരിഫാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം 100ാമത് വാർഷിക മഹാസമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ഇക്കാലഘട്ടത്തിൽ അതിന്റെ ഭാഗവാക്കാകാനും അതിനെ സഹായിക്കാനും അതിന്റെ ഉലമാക്കൾക്കൊപ്പം നിൽക്കാനും അല്ലാഹു തആല നമുക്ക് നൽകിയ തൗഫീഖ് ചെറുതല്ല. പ്രതിസന്ധി കാലഘട്ടത്തിൽ സമസ്തക്കൊപ്പം നിൽക്കുക എന്നത് ചില്ലറ തൗഫീഖല്ല. എല്ലാ സ്വഹാബിമാരുടെയും ദറജ ഒന്നല്ല. മക്കം ഫതഹിന്റെ മുമ്പുള്ള സ്വഹാബിമാരുടെ ദറജയല്ല മക്കം ഫതഹിന് ശേഷമുള്ള സ്വഹാബിമാരുടെ ദറജ. താരീഖ് പഠിച്ചോളൂ. അതുകൊണ്ട് ഇത് പ്രതിസന്ധിയുടെ കാലമാണ്, സമസ്തയെ തകർക്കാൻ ശ്രമിക്കുന്ന കാലമാണ്. പല വേഷങ്ങളിൽ പല റോളുകളിൽ പലരും കടന്നു വന്നുകൊണ്ട് എന്നാൽ ഇരകൾക്കൊപ്പം നിൽക്കുകയും വേട്ടക്കാർക്കൊപ്പം ഓടുകയും ചെയ്യുന്ന അത്രമേൽ കാപട്യത്തിന്റെ മുഖാവരണങ്ങളുമായി അവിശ്വസനീയമായ മേഖലകളിൽ നിന്ന് പോലും ശക്തമായ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ട സമയമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ സമസ്തയുടെ നേതാക്കൾ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമക്ക് പുറകിൽ നമ്മൾ നിഷ്കളങ്കമായി നിഷ്കപടമായി വഞ്ചനയുടെ ലാഞ്ചനകളില്ലാതെ നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ആ നിൽക്കുക എന്നത് അഫ്ളലുൽ ജിഹാദാണ്. ഈ കാലഘട്ടത്തിലെ ശ്രേഷ്ഠ ജിഹാദാണ്. കലിമത്തു ആദിലിൻ ഇൻദ സുൽത്താനിൻ ജായിർ. ഏത് അഹങ്കാരിയായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയും ഏത് പരാക്രമിയായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയും നീതിയുടെ വർത്തമാനം പറയാൻ നമുക്കൊരു നായകനുണ്ട്. സയ്യിദുൽ ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. അവിടത്തോടൊപ്പം നിന്നുകൊണ്ട് ഈ ഉമ്മത്തിന് നേതൃത്വം നൽകി പോകുമ്പോ തലമുറകളിലേക്ക് ഈ വിശുദ്ധമായ ദീനിന്റെ ദീപശിഖ കൈമാറാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് വൈകിയ വേളയിലും പ്രൗഢമായ ഈ സദസ്സ് ഇത്രമേൽ അലങ്കാരമാക്കി ഇവിടെ ഇരുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വളരെ വിനയത്തോടു കൂടെ തന്നെ കൃതജ്ഞത